Hi, hello everyone. My name is Subin. Welcome to our program. ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിലും ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്ന നിലയിലും യു എയിലുള്ളവർക്ക് ഒരുവിധ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, മിസ്റ്റർ റിയാസ് കിൽട്ടൺ. റിയാസ് ബൈ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സുബിൻ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഞാൻ കുറേ കാലമായിട്ട് റിയാസ് ബൈ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ, ഇപ്പോൾ 25 വർഷത്തിലും മീതായിട്ട് നമ്മളിപ്പോൾ കിൽട്ടൺ നമ്മളുടെ സ്ഥാപനം അതുപോലെ തന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ബേസിക് ആയിട്ട് ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊക്കെ എൻക്വയറി ഇടുന്ന ആളുകളെ പ്രത്യേകിച്ച് പറയുന്നത് ഇന്ന ബിസിനസ് എന്നതിന് പുറത്തോട്ട് എനിക്കൊരു ലൈസൻസ് ഉണ്ടാക്കണം എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ എന്ത് ലൈസൻസ് വേണമെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ കൺസൾട്ടൻസ് ഒക്കെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പറയും എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമെന്നായിരിക്കും. അത് നമുക്കൊരു ചലഞ്ചാണ്. കാരണം ഒരാൾക്കൊരു ഇന്ന ബിസിനസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആളല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അറിയാൻ സാധിക്കില്ല. അപ്പം അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ്, അതുപോലെ അവർ പിന്നെ പരിചയപ്പെട്ടുള്ള സുഹൃത്തുക്കൾ, അവർ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖല, അതിനുള്ളൊരു പാഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം പറയേണ്ടത്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് ഞാൻ ചെയ്യുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തതാണ് ഞാൻ എന്ത് ബിസിനസ് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ തീരുമാനം. നാലാമത്തത്, അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ പരമാവധി ഒബ്സർവ് ചെയ്യുകയും അവരോട് കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മടിയെ കാണിക്കരുത്. കാരണം പലപ്പോഴും കോമ്പറ്റീറ്ററാണ് എനിക്ക് ഉപദേശം തരില്ല എന്ന് കരുതിയിട്ട് ആളുകൾ കാണാതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. തരാൻ ആഗ്രഹിക്കുന്നവൻ തരട്ടെ, അല്ലാത്തവൻ മാറ്റി നിർത്തട്ടെ, പക്ഷെ നമുക്ക് മീറ്റ് ചെയ്യാലോ. ഒരുപാട് പേര് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണെന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്തോട്ട് വന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ലീഗലായിട്ടുള്ള കാര്യമാണ്. യു എ സംബന്ധിച്ചിടത്തോളം ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് പല എമിറേറ്റുകൾ കൂടി രൂപീകരിച്ചിട്ടുള്ള. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് എമിറേറ്റിൽ ഞാൻ ബിസിനസ് ചെയ്യണം എന്നുള്ള, അതും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ തീരുമാനിക്കണം ഞാൻ ഏത് ബിസിനസ് ചെയ്യണം, അതുപോലെ ഏത് എമിറേറ്റിൽ ചെയ്യണം എന്നുള്ളത്. അതിനുശേഷമാണ് നമുക്ക് മെയിൻലാൻഡ് വേണോ, ഫ്രീ സോൺ വേണോ, ഓഫ് ഷോർ വേണോ, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ. അപ്പോൾ അത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ ഞങ്ങളുടെ ചുമതല. അതായത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ CS കമ്പനി സെക്രട്ടറി എന്നൊക്കെ രീതിയിലുള്ള ആളുകളാണ് അത് ആ ഒരു ചുമതല നിർവഹിക്കുന്നത്. CA അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇവിടെ ഒരു ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ കൃത്യമായ ഗൈഡൻസ് നമ്മൾ കൊടുക്കാൻ പറ്റും.